ഹരേ കൃഷ്ണ. സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് അപര ഏകാദശിയുടെ പാരണയൊക്കെ കഴിച്ച് വ്രതസാഫല്യത്തിൽ എല്ലാവരും ഇന്നും വ്രതശുദ്ധിയോടുകൂടി ഇരിക്കുകയാണെന്നറിയാം. അടുത്ത ഏകാദശി വരുന്നത് ജൂൺ 18-നാണ്. അത് പാണ്ഡവ ഏകാദശി അല്ലെങ്കിൽ നിർജ്ജല ഏകാദശി എന്നറിയപ്പെടുന്നു. അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരു വർഷത്തിൽ നാം 24 26 ഒക്കെ വരുന്ന ഏകാദശികളുണ്ട്. അത് എടുക്കാൻ നമുക്ക് കഴിയാതെ പോയാൽ, ഒരു വർഷത്തിൽ എല്ലാ ഏകാദശിയും നമുക്ക് എടുക്കാൻ കഴിയാതെ പോയാൽ അതിനൊരു പരിഹാരമായിട്ടെടുക്കുന്ന ഏകാദശിയാണ് നിർജ്ജല ഏകാദശി അല്ലെങ്കിൽ പാണ്ഡവ ഏകാദശി. അത് ഈ വരുന്ന മാസം, അതായത് ഈ ജൂൺ 18-ാം തീയതിയാണ്. പാണ്ഡവന്മാർ വനവാസകാലത്ത് ഭഗവാൻ അവരോട് ഉപദേശിച്ചു എല്ലാ ഏകാദശികളും എടുക്കുവാൻ, അവരുടെ കഷ്ടകാലം മാറുവാൻ. ജന്മാന്തര പാപങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ഭഗവാൻ അവരുടെ കൂടെ ഉണ്ടായിട്ടും അവർ രാജ്യവും വലിയ കുലവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അവർ വനവാസത്തിലേക്ക് പോകേണ്ട സാഹചര്യം വന്ന, വെറും ഫലമൂലാദികളൊക്കെ കഴിച്ച് ജീവിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ഭഗവാൻ സൂര്യദേവനാണ് അവർക്ക് അക്ഷയപാത്രമൊക്കെ സമ്മാനിച്ചത്. അപ്പോൾ എത്രയോ ഉയരത്തിൽ കുരുവംശത്തിലെ ശ്രേഷ്ഠരായിട്ടുള്ള പാണ്ഡുവിൻ്റെ മക്കളായിട്ടുള്ള ആ ഭീഷ്മ പിതാമഹൻ്റെ ചെറുമക്കളായിട്ടുള്ള ആ ദ്രുപദൻ്റെ മകളായ ദ്രൗപദിയും ദ്രൗപദിയുടെ വീരശൂര പരാക്രമികളായിട്ടുള്ള 5 ഭർത്താക്കന്മാരും, ഇവർക്കെല്ലാം എല്ലാത്തിനും വേണ്ടി ഇവരുടെ സുഹൃത്തായും ബന്ധുവായും ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നിട്ടു കൂടി ഇവർക്കും കാലദോഷം, അതായത് ജന്മാന്തര പാപത്തിൻ്റെ ഫലമായിട്ട് വനവാസത്തിൽ ഏർപ്പെടുകയും രാജ്യവും എല്ലാം നഷ്ടപ്പെട്ട് അവരെ അപഹാസ്യരായി പുറത്തു പോകേണ്ടി വരികയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ പാപങ്ങൾ, അതായത് പാപമായാലും നന്മയായാലും നാം ചെയ്ത കർമ്മഫലങ്ങൾ നാം തന്നെ അനുഭവിക്കാതെ മറ്റൊരു തരവുമില്ല. ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ അതിനെല്ലാറ്റിനും ഒരു പോംവഴിയുണ്ടാകും. വനവാസത്തിന് പോയവർക്ക് അവിടെ ആഹാരത്തിന് ഭഗവാൻ തന്നെയാണ് ആ അക്ഷയപാത്രം സമ്മാനിക്കുന്നത്. അപ്പോൾ സൂര്യനായും ചന്ദ്രനായും കോടാനുകോടി നക്ഷത്രജാലങ്ങളായും പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാമായും ഭഗവാൻ ഇങ്ങനെ വിളങ്ങി നിൽക്കുന്നു. അതുകൊണ്ടാണ് സൂര്യദേവനെ, സവിതാവിനെയാണ് നമ്മൾ ഗായത്രി മന്ത്രത്തിൽ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ സൂര്യഭഗവാനെ മാത്രം നമ്മൾ കാണുന്ന സൂര്യനെ അല്ലത്, സൂര്യനും സൂര്യനായ വെളിച്ചം കൊടുക്കുന്ന, പ്രപഞ്ചത്തിന് മുഴുവൻ ആ ഒരു പ്രാപഞ്ചികമായ നിലനിൽപ്പ് നൽകുന്ന, ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ ഗുണങ്ങൾ കൊടുത്ത് നിലനിർത്തുന്ന ആ വലിയ സവിതാവിനെയാണ് ആ മന്ത്രത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ നാം കാണുന്ന, നമുക്ക് ചൂടും വെളിച്ചവും തരുന്ന സൂര്യഭഗവാനെ അല്ല. ആ സൂര്യന് ആ തേജസ് കൊടുത്തത്, അല്ലെങ്കിൽ സൂര്യന് ചൂടും പ്രകാശവും കൊടുത്തത്, ചന്ദ്രന് കുളിർമ കൊടുത്തത്, നമുക്ക് ഓരോരുത്തർക്കും ത്രിഗുണങ്ങൾ തന്ന് നമ്മെ ഇവിടെ നിലനിർത്തുന്നത്, പർവ്വതങ്ങൾക്ക് അതിൻ്റെ കാഠിന്യം കൊടുത്തത്, നദിയിൽ ജലത്തിൻ്റെ സാന്നിധ്യം കൊടുത്തത്, മരുഭൂമിക്ക് ആ ഒരു അവസ്ഥ കൊടുത്തത്, അങ്ങനെ ഓരോന്നിനും ഓരോ അവസ്ഥയിലും അതിനെ നിലനിർത്തുന്നത് പ്രപഞ്ചനാഥനായ ഭഗവാന്റെ ഏകശക്തി കൊണ്ടാണ്. അപ്പോൾ ആ ശക്തിക്ക് താഴെയുള്ളൂ ബാക്കിയെല്ലാം. അപ്പോൾ ആ പാണ്ഡവർ പോലും അവർക്ക് ജന്മ പാപങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് കൊണ്ട് ഭഗവാൻ ഈ ഏകാദശി വ്രതങ്ങളൊക്കെ അവരുടെ ഈ മോശ കാലഘട്ടങ്ങളായാലും അതിനെ നന്മയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി, നമ്മൾ ഏത് കാലഘട്ടത്തിലൂടെ കടന്നു പോയാലും അതിലെല്ലാം ഈശ്വരാനുഗ്രഹം ഉണ്ടാകാനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ ഒരു മോശമെന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. എല്ലാറ്റിനെയും പോസിറ്റീവായിട്ട് കാണുക എന്ന് പറയുന്ന ഒരവസ്ഥ പോലെ തന്നെയാണ് രാജ്യം ഉപേക്ഷിച്ച് വനവാസത്തിന് പോയി മറ്റു ശ്രേഷ്ഠ കർമ്മങ്ങളൊന്നും ചെയ്യാനില്ലാത്ത അവസരത്തിൽ എന്താണ് ചെയ്യേണ്ടത്?
ഭഗവാനിലേക്ക് തന്നെ കൂടുതൽ എടുക്കുക. നാം ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ തിന്മയായിട്ടുള്ളവയെ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്കിനിയും നന്മ മാത്രം നമ്മുടെ ഈ ജന്മത്തിലും ഇനിയും നമ്മൾ ഈ ശരീരം വിട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയിലും നമുക്ക് നന്മയുടെ ഒരു ഡെപ്പോസിറ്റ് നിറയ്ക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ അവരോട് ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഭീമസേനന് തൻ്റെ ആഹാരം ഉപേക്ഷിച്ചുള്ള വ്രതങ്ങൾ എടുക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആഹാരത്തിലൂടെയുള്ള ഒരു ജീവിതമായിരുന്നു ഭീമസേനന്. ആഹാരം ഉപേക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് കഴിയില്ല കൃഷ്ണ ആഹാരം ഉപേക്ഷിച്ച് വ്രതമെടുക്കുവാൻ, ഇവരെടുക്കുന്ന പോലെ എടുക്കുവാനൊന്നും എനിക്ക് പറ്റില്ല, എനിക്കതിന് സാധിക്കുന്നില്ല, എൻ്റെ വിശപ്പ് ഇതിന് എന്നെ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട ഭീമസേന, അതിനു വേണ്ടിയാണ് ഈ നിർജ്ജല ഏകാദശിയായി ഈ വർഷത്തിലൊരിക്കൽ വരുന്ന ഏകാദശി നീ ജലപാനം പോലുമില്ലാതെ ഒരെണ്ണം എടുത്താൽ മതിയാകും. എല്ലാ ഏകാദശികളും എടുക്കുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി ആ ഒരു ഏകാദശി എടുത്താൽ മാത്രം മതി എന്ന് ഭഗവാൻ ഭീമസേനനെ ഉപദേശിക്കുന്നു. അങ്ങനെയാണത് പാണ്ഡവ ഏകാദശി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾക്കും പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഏകാദശി വ്രതങ്ങളുടെ സമയങ്ങളിൽ നമുക്ക് എടുക്കാൻ പറ്റാതെ വരികയും എടുത്താൽ തന്നെ അതിനൊരു പൂർണ്ണത ഉണ്ടാകാതെ വരികയും ഒക്കെ ചെയ്യുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ടാവും. അതിനെല്ലാറ്റിനും പരിഹാരമായി നിർജ്ജല ഏകാദശി എടുക്കാം. ജലം പോലും പാനം ചെയ്യാതെ എടുക്കേണ്ടതാണ്. അത് എടുക്കാൻ കഴിയുന്നവരേ എടുക്കാവുള്ളൂ. അങ്ങനെ ഒരു ഏകാദശി എല്ലാവരും എടുക്കേണ്ട കാര്യമില്ല. ഏകാദശി വ്രതങ്ങൾ സാധാരണഗതിയിൽ എടുക്കുന്നവർ സാധാരണ പോലെ എടുക്കുക. അത് ആ ഒരെണ്ണം മാത്രമായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നവർ അതേപോലെ ജലപാനം പോലും ഇല്ലാതെ എടുക്കേണ്ടതാണ്. അതിന് ആരോഗ്യസ്ഥിതി ഉള്ളവരെ അത് എടുക്കാവുള്ളൂ. അപ്പോൾ അതാണ് അടുത്ത ഏകാദശി ജൂൺ 18. നമ്മൾ ഈ വ്രതങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ മറ്റ് മതസ്ഥരും അവരവരുടെ സ്ക്രിപ്റ്റേഴ്സ് അനുസരിച്ച് അവരുടെ വൈദിക ഗ്രന്ഥങ്ങളനുസരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളൊക്കെ ആചരിക്കാറുണ്ട്. നമ്മൾ സനാതനികൾ ഈ സനാതനധർമ്മത്തിൻ്റെ ഈറ്റില്ലമായ ഭാരതത്തിൽ ജനിച്ചു വളർന്നവർക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് അറിവില്ലായ്മയുണ്ടായത്. കാരണം നമ്മുടെ ധർമ്മം പഠിപ്പിക്കുവാൻ ഇവിടെ ആരും ഇല്ലാത്ത, അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്ഥാപനമോ അല്ലെ വ്യക്തികളോ അങ്ങനെയുള്ള ആചാര്യന്മാരോ നമുക്കില്ലാതെ പോയതുകൊണ്ടാണ് അതിന് ഇവിടെ ഭരിക്കുന്ന വിഭാഗങ്ങൾ അതിനുശേഷം വൈദേശികളുടെ ആക്രമണത്തിന് ശേഷം നമുക്ക് ഭാരതം ഇവിടെ സ്വതന്ത്രമാകുന്നു വൈദേശികളുടെ കൈകളിൽ നിന്നും. ഭാരതം എന്നും സ്വതന്ത്രമായിരുന്നു. ഒരു 1600 വർഷത്തോളം വൈദേശികൾ ഇവിടെ വന്ന് ഭരണം നടത്തിയപ്പോൾ മാത്രമുണ്ടായ ഒരു അസ്വാതന്ത്ര്യമാണ്. അതിനു മുമ്പ് വളരെ പ്രശസ്തമായിട്ടുള്ള രാജവംശങ്ങളാണ് ചേര, ചോള, പാണ്ഡ്യ വംശങ്ങൾ, വിക്രമാദിത്യ മഹാരാജാവ്, ഇതുപോലെയൊക്കെ വളരെ ശ്രേഷ്ഠരായിട്ടുള്ള ഉന്നതരായിട്ടുള്ള നമ്മുടെ സംസ്കൃതിയെയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന രാജവംശങ്ങളാണ് നമ്മുടെ ഭാരതത്തെ ഭരിച്ചിരുന്നത്. ഇന്ന് കാണുന്ന ഭാരതത്തിൻ്റെ മാപ്പല്ല അന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഭാരതം അങ്ങനെ അത്രയും ശ്രേഷ്ഠമാകുവാൻ കാരണം എന്തായിരുന്നു? ഇവിടെ ഭരിച്ചിരുന്ന രാജവംശങ്ങൾ, രാജാക്കന്മാർ ഇതുപോലെയുള്ള ഏകാദശി വ്രതങ്ങളും പ്രധാനപ്പെട്ട നമ്മുടെ ഓരോ അനുഷ്ഠാനങ്ങളും എല്ലാ പ്രജകളെയും കൊണ്ട് അനുഷ്ഠിപ്പിക്കുകയും രാജാക്കന്മാരും അത് അനുഷ്ഠിച്ചു പോന്നിരുന്നു. ആ വ്രതങ്ങളുമെല്ലാം ഞാൻ പലപ്പോഴും ഏകാദശി വ്രതം മാഹാത്മ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ ഓരോ രാജാക്കന്മാരെ വിളംബരം ചെയ്യും ഓരോ ഏകാദശിയെക്കുറിച്ച്. അങ്ങനെ രാജാവും പ്രജകളും എല്ലാവരും ഏതെങ്കിലും ഒരു നദിയുടെ തീരത്ത് സമ്മേളിക്കുകയും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഉറക്കമൊഴിച്ചിരുന്ന് നാമജപങ്ങളിൽ ഏർപ്പെടുകയും ആ ഏകാദശി ദിവസത്തെ വളരെ ശ്രേഷ്ഠമായി എല്ലാ പ്രജകളും അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും രാജാവിൻ്റെ വിളംബരം അനുസരിച്ച് ഇവിടെ എല്ലാവരും അത് അനുഷ്ഠിക്കുമ്പോൾ അപ്പോൾ ഇവിടെ അപ്പോഴും അത് അനുഷ്ഠിക്കാതിരിക്കുവാനോ അല്ലെങ്കിൽ ഇതിനെ എതിർത്ത് പറയുവാനോ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ആലോചിച്ച് നോക്കൂ.
അപ്പോൾ മറ്റ് ധർമ്മങ്ങളൊക്കെ അതിനുശേഷം വൈദേശിക ആക്രമണങ്ങളിലൂടെ കടന്നു വന്ന മറ്റു മതവിഭാഗങ്ങളാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ എല്ലാം സനാതന ധർമ്മം മാത്രം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ലോകത്തിൻ്റെ ഈ സംസ്കൃതിയുടെ ഈറ്റില്ലമായ ഭാരതത്തിൽ സനാതന ധർമ്മം മാത്രം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന രാജാക്കന്മാരും പ്രജകളും മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു. ഏകാദശി വ്രതം രാജാവ് പ്രജകളോട് അനുഷ്ഠിക്കാൻ വിളംബരം ചെയ്യുമ്പോൾ അത് അതേപടി അനുഷ്ഠിക്കുന്ന സനാതനികൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് പറഞ്ഞാൽ നമ്മളുടെ സനാതന ധർമ്മത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ അനുഷ്ഠിക്കുവാൻ പറഞ്ഞാൽ നമുക്ക് മാത്രം അതിന് ആക്ഷേപം വരികയും അല്ലെങ്കിൽ നമ്മളെ പുച്ഛിച്ച് തള്ളുകയും മറ്റു മതസ്ഥരുടെ ധർമ്മങ്ങൾ ഇവിടെ അനസ്യൂതം യാതൊരു നിയന്ത്രണവുമില്ലാതെ തുടരുകയും ചെയ്യുന്നു. സനാതനധർമ്മം താഴേക്കും പോയി. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഈ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുമ്പോൾ ആണ് ശ്രീബുദ്ധനായും ശ്രീകൃഷ്ണനായും ശ്രീരാമചന്ദ്രപ്രഭുവായും രമണ മഹർഷിയായും സ്വാമി വിവേകാനന്ദനായും ശ്രീ ആദിശങ്കരനായും ഒക്കെ വന്നിവിടെ ധർമ്മം പുനഃസ്ഥാപിക്കുന്നത് ഭഗവാൻ ഓരോരോ രൂപത്തിൽ. ശ്രീ ശങ്കരാചാര്യർ വന്നിവിടെ ധർമ്മ പുനഃസ്ഥാപനം നടത്തി സനാതന ധർമ്മത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ പ്രാധാന്യം വീണ്ടെടുത്തുകൊണ്ട് ഭാരതത്തിൻ്റെ 4 കോണുകളിലായി 4 മഠങ്ങൾ സ്ഥാപിച്ച് ഭാരതത്തിൻ്റെ ധർമ്മം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു. അതിനുശേഷം വൈദേശിക ആക്രമണങ്ങൾ എന്തെല്ലാം കടന്നു വന്നു എങ്കിലും അദ്ദേഹം സ്ഥാപിച്ച ഈ മഠത്തിനുള്ളിൽ നിൽക്കുന്ന ഭാരതത്തിൽ നിന്നൊരിക്കലും സനാതനധർമ്മം നഷ്ടപ്പെട്ടു പോയില്ല. നിർബന്ധമായിട്ടുള്ള മതപരിവർത്തനവും ദ്രോഹിച്ചുകൊണ്ടുള്ള എന്തെല്ലാം കാര്യങ്ങളും ഇവിടെ ഹിന്ദു ക്ഷേത്രങ്ങൾ സനാതനധർമ്മങ്ങളെല്ലാം തച്ചുടച്ച് തേർവാഴ്ച നടത്തിയിട്ടും ശ്രീ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠങ്ങൾക്കുള്ളിൽ ആ ബന്ധനത്തിനുള്ളിൽ നിന്ന് സനാതനധർമ്മം ഇപ്പോഴും നിലനിൽക്കുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആദിശങ്കരനായ ആ ധർമാചാര്യൻ നമ്മുടെ ധർമ്മം നിലനിൽക്കാൻ വേണ്ടി 4 മഠങ്ങൾ 4 കോണുകളിലായി സ്ഥാപിച്ചത്. അതിനു പുറത്തുള്ള ഭാരതധർമ്മം നഷ്ടപ്പെട്ടു പോയി, പല രാജ്യങ്ങളായി പോയി. അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം ആ മഠത്തിനുള്ളിൽ ഭാരതത്തിൻ്റെ ഇന്ന് കാണുന്ന ഒരു ആകൃതിക്കുള്ളിൽ ആയിപ്പോയി. അതിന് പുറത്തുണ്ടായിരുന്ന ഭാരതീയമായിട്ടുള്ള എല്ലാ സങ്കല്പങ്ങളും പല വൈദേശിക മതങ്ങളുടെ ഇടയിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നമ്മുടെ ധർമ്മം ആണ് ലോകത്തിൻ്റെ സനാതനധർമ്മമാണ് ലോകത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയുമായ ധർമ്മം. അതായത് വേദങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നും ഈ ഭൂമിയിലെ ജീവിതത്തിന് ആവശ്യമുള്ള അറിവ് പകരുന്ന അറിവിൻ്റെ മാതാവായ വേദധർമ്മങ്ങളാണ് ഇവിടെയുള്ളത്. ഇതിൽ നിന്ന് പോയ അറിവുകളാണ് എല്ലാ ധർമ്മങ്ങളിലും ഉള്ളത്. നമുക്കുള്ള അജ്ഞത കൊണ്ടാണ് നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് നമുക്ക് അറിവില്ലാതെ വന്നതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ ആക്രമങ്ങൾക്കും പിന്നാലെ നമ്മുടെ സമൂഹം പായുന്നത്. അല്ലെങ്കിൽ ഈ ബഹുഭൂരിപക്ഷം വരുന്ന സനാതന ധർമ്മികളായിട്ടുള്ള സംസ്കൃതിയുള്ള നമ്മൾ എന്തുകൊണ്ടാണ് അക്രമങ്ങളിലും അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളിലും വ്യാപരിക്കുന്നത്? നമുക്ക് ഈശ്വരീയതയില്ല. നമ്മുടെ അടിസ്ഥാന ധർമ്മം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഭാരതത്തിലെ അടിസ്ഥാന ധർമ്മത്തിലൂടെ ഇവിടെ രാജവംശങ്ങൾ ഭരണം നടത്തിയപ്പോൾ വളരെ ഐശ്വര്യമായി അത്യുജ്വലമായ രാജ്യമായി ഭാരതം മാറി. വിദേശികൾ അത് കണ്ടിട്ടാണ് ഇന്ത്യയിലേക്ക് കടന്നു വരികയും ഇവിടെ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് ഇവിടെയുള്ളവരെയെല്ലാം പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാക്കുകയും ഇവിടുത്തെ സർവ്വ ഐശ്വര്യങ്ങളും അവർ കവർന്നുകൊണ്ട് പോവുകയും ചെയ്തത്. നളന്ദ, തക്ഷശില തുടങ്ങിയ നമ്മുടെ പുരാതനമായ സർവകലാശാലകളിലേക്കായിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും അങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇവിടെ വന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഭാരതമായിരുന്നു ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ഇവിടേക്കായിരുന്നു എല്ലാ വൈദേശികളും കടന്നു വന്നിരുന്നത്. ഇവിടുത്തെ സംസ്കൃതി ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടുത്തെ ഗ്രന്ഥങ്ങളും ഇവിടുത്തെ എല്ലാ വിദ്യാഭ്യാസ ചട്ടങ്ങളും എല്ലാം അപഹരിച്ചു കൊണ്ടുപോയാണ് വൈദേശികൾ അവിടെ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് തുടങ്ങിയ സർവകലാശാലകൾ സ്ഥാപിച്ചതും ഇവിടുത്തെ വിദ്യാർത്ഥികൾ പിന്നീട് അങ്ങോട്ട് പോകേണ്ടി വന്നതും. പക്ഷേ അവരിവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞിട്ടും നമ്മുടെ സംസ്കൃതി വീണ്ടെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. നമ്മൾ ആ വൈദേശിക സംസ്കൃതിയിൽ തന്നെ തുടരുന്നത് കൊണ്ടാണ് ഭാരതത്തിന് ഉയർച്ച കിട്ടാതെ പോയത്.
ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ആധ്യാത്മികമായിട്ടുള്ള, ഇപ്പോൾ ഭാരതത്തിന് സനാതന ധർമ്മമാണ് ഇതിൻ്റെ ആധ്യാത്മിക തത്വമെങ്കിൽ ഓരോ രാജ്യത്തുമുണ്ട്. ഇപ്പോൾ സിംഗപ്പൂര്, UK, USA, അങ്ങനെയുള്ള ഈജിപ്റ്റ്, ജർമ്മനി, ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ഓരോ അടിസ്ഥാന തത്വങ്ങളുണ്ട്. ഏറ്റവും ആധ്യാത്മികമായിട്ടുള്ള അടിസ്ഥാന തത്വത്തിൽ ഉറച്ചു നിൽക്കുന്നത് ഭാരതം മാത്രമേ ഉള്ളൂ. മറ്റുള്ളിടത്ത് ഓരോ സങ്കല്പങ്ങൾ, ദേവീ ദേവതാ സങ്കല്പങ്ങളാണ്. അവർ എന്തു തുടങ്ങുമ്പോഴും ഗവൺമെൻറ് ആ ഒരു സങ്കല്പത്തിനെ പൂജിച്ചിട്ടാണ് അവിടെ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത്. സിംഗപ്പൂരിൽ സമ്പത്തിൻ്റെ ആ ഒരു ശക്തിയാണ് അവർ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തിലെ സമ്പത്തെല്ലാം അങ്ങോട്ട് ഒഴുകി പോകുന്നത്. അങ്ങനെ ഓരോ രാജ്യങ്ങളും. പക്ഷെ ഭാരതത്തിൻ്റെ ധർമ്മമനുസരിച്ച്, ഭാരതത്തിൻ്റെ ആ തത്വത്തിലൂടെയല്ല ഭാരതം ഇത്രയും കാലം കടന്നു പോയത്. അതുകൊണ്ടാണ് ഭാരതത്തിന് ഉയർച്ചയില്ലാതെ പോയത്. എൻ്റെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും എൻ്റെ ആങ്ങളയും നാത്തൂനും ഈയിടെ ബാലി ദ്വീപ് സന്ദർശിക്കാനിടയായി. അവിടെയെല്ലാം അവരൊരു സന്ദർശനം നടത്തി ഒരാഴ്ചക്കാലം. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടത്തിൽ പറഞ്ഞു. ഓരോ വീടുകളിലും ഓരോ ക്ഷേത്രങ്ങൾ, അവിടുത്തെ മദർ ടെമ്പിളുണ്ട്, അത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ക്ഷേത്രങ്ങൾ. എല്ലാം കേൾക്കുന്ന പലരും അവിടെയൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാവും, പലർക്കും ഇത് അറിയാവുന്ന കാര്യങ്ങളാവും. ആ മദർ ടെമ്പിളിൻ്റെ രൂപത്തിൽ ഓരോ വീടുകളിലും ക്ഷേത്രങ്ങളുണ്ട്, ദ്വാരപാലകന്മാരുണ്ട്. അതൊക്കെ അവർ തന്നെ രൂപകൽപ്പന ചെയ്തതാണ് ഓരോ ശില്പങ്ങളും. ആ ബാലിദ്വീപിലെ ഓരോ മനുഷ്യരും അവർ ഭഗവാനെ എല്ലാ വീട്ടിലും ഓരോ റൂം അല്ലെങ്കിൽ ഓരോ പോർച്ച് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ വീട് പണിയുമ്പോൾ തന്നെ ക്ഷേത്രം ഓരോ വീട്ടിലും അവനവൻ്റെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ സാമ്പത്തിക അവസ്ഥയിൽ വലിയതോ ചെറുതോ ആയ ഓരോ ക്ഷേത്രം, അതിനകത്തിൽ ഗണപതിയെയോ ശിവനെയോ സ്കന്ദനെയോ രാമനെയോ ഹനുമാനെയോ അങ്ങനെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ച് അവർ പ്രാർത്ഥിച്ച് അവർ തന്നെ പൂജ നടത്തുന്നു, സ്ത്രീകളായാലും പുരുഷന്മാരായാലും. അതിനുശേഷമേ അവരുടെ വീടുകളുടെ കാര്യങ്ങൾ ആരംഭിക്കുകയുള്ളൂ. ഓരോ ഭവനങ്ങളും ക്ഷേത്രങ്ങളായിട്ടാണ് അവിടെ അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആ വീട്ടിൽ നിന്നിറങ്ങുന്ന ആ ഒരു വിശുദ്ധിയും ഐശ്വര്യവും അവരുടെ തെരുവുകളിലും അവരുടെ ആ ഒരു രാജ്യത്ത് മുഴുവൻ അത് പ്രതിഫലിക്കുന്നു. വ്യക്തികളിൽ സമാധാനവും ശാന്തിയും. ഒരു വ്യക്തിയും റോഡിലൂടെ പോകുമ്പോൾ ഹോൺ അടിക്കുകയോ ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ വളരെ ശാന്തമായിട്ടുള്ള ജീവിതവും അവരുടെ ക്രമങ്ങളുമാണ് അവിടെ ഉള്ളതെന്ന്. ഇതിനൊക്കെ അടിസ്ഥാന കാരണം എന്താണ്? അവരുടെ ഈശ്വര സങ്കല്പം. ഓരോ വ്യക്തിയും ആ കുടുംബത്തിൽ നിന്ന് ജനിക്കുന്ന ഓരോ അംഗങ്ങളും ആ രാവിലെ എഴുന്നേറ്റ് ഭഗവാനെ പൂജ ചെയ്തിട്ടാണ് അവരുടെ കർമ്മങ്ങൾ ആചരിക്കുന്നത്. അങ്ങനെ ആധ്യാത്മിക പാതയിലൂടെ ജീവിക്കുന്ന ഒരു സ്ഥലമാണത് ബാലിദ്വീപ്. അവിടെ ഉണ്ടാകുന്ന ഐശ്വര്യവും സമ്പത്തും ആ വ്യക്തികൾക്കുണ്ടാകുന്ന സിദ്ധികളും അവർ രൂപകൽപ്പന ചെയ്യുന്ന ശില്പങ്ങളും ഓരോ ചിത്രങ്ങളും കണ്ടാൽ അത്ഭുത സ്തബ്ധരായി നമ്മൾ നിന്നു പോകുമെന്ന്. അത്ര ക്ഷമയോടുകൂടിയാണ് അവർ ഓരോന്നും അവിടെയുള്ള കരകൗശല ജോലികളൊക്കെ ഓരോരുത്തരും അവർ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അവരുടെ മനസ്സിൻ്റെ ആ ക്ഷമയും ശാന്തതയും കൊണ്ടാണ്. എങ്ങനെ കിട്ടുന്നു ഈ സഹനതയും ക്ഷമയും ശാന്തിയുമൊക്കെ? ഈശ്വരീയമായ സങ്കല്പത്തിലൂടെ, ദൈവികമായ അനുഗ്രഹത്തിലൂടെ, നിത്യേനയുള്ള ഉപാസനയിലൂടെ ലഭിക്കുന്നതാണ് അവർക്കത്. ഈ ഉപാസനകളോ ഈശ്വരീയമായ ചിന്തകളോ നമ്മുടെ ഭവനങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിലെങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈ ഒരു വേട്ടനായ്ക്കളുടെ ഒരു സംസ്കൃതിയായി കേരളം മാറുന്ന ഒരു അവസ്ഥയുണ്ടാകുമോ? കേരളത്തിൽ നിന്നും നമ്മൾ നിത്യേന കേൾക്കുന്ന ഒരു ന്യൂസ് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്തുവാണ്, ഒരു 10 കേസെങ്കിലും കുട്ടികളെ ഉപദ്രവിക്കുന്ന, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന, മോഷണം, എന്തൊക്കെ തിരിമറികൾ നടത്താമെന്ന് വെച്ചാൽ അതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ലഹരിക്ക് അടിമകളായിട്ടുള്ളവർ, അതുപോലെ തന്നെ ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള പീഡനങ്ങൾ, മറ്റുള്ള അതിൻ്റെ പേരിൽ ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദങ്ങൾ, അനാവശ്യമായിട്ടുള്ള സാമൂഹിക സ്ഥിതികളെല്ലാം ഈ നമ്മുടെ ചെറിയ ഈ കേരളത്തിൽ നടമാടുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഇവിടെ ആധ്യാത്മികമായിട്ടുള്ള കാര്യം ആരും ഉച്ചരിക്കാൻ പോലും പാടില്ല, ആരും രാമനാമം ജപിക്കാൻ പാടില്ലെന്നുള്ള ഡിക്ലറേഷൻ പോലും നടത്തിയ ഒരു സംസ്ഥാനമല്ലേ ഇത്.
നമ്മുടെ സംസ്കൃതി എന്തായിരുന്നു പഴയ കാലത്ത്? എല്ലാ വീടുകളിലും രാമനാമം ജപിച്ചുകൊണ്ടായിരുന്നു സന്ധ്യാദീപം കൊളുത്തുന്നതും. അതിന് ചുറ്റിനും ഇരുന്ന് അച്ഛനും മക്കളും അമ്മയും എല്ലാവരും ഇരുന്ന് രാമനാമം ജപിക്കുന്ന സംസ്കൃതിയുള്ള നമ്മുടെ ഭാരതം, നമ്മുടെ കേരളത്തിൽ ഇന്ന് രാമനാമം പോലും ജപിക്കാൻ പാടില്ല. അത്രയ്ക്കും നമ്മൾ മോശമായിട്ടുള്ള മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ ഭവനത്തിലും നമ്മൾ ശാന്തിയും സമാധാനവും ഈശ്വരചിന്തയും വിളയാടിയാൽ പിന്നെ ആരുടെ കയ്യിലാണ് ആയുധങ്ങൾ വെച്ച് കൊടുത്ത് നമ്മുടെ കുട്ടികളെ, നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന മക്കളെ രാഷ്ട്രീയക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഈശ്വരൻ്റെ ഒരു ആധ്യാത്മികമായ പാതയിലേക്ക് അല്ലെങ്കിൽ ഈശ്വര ചിന്തയിലൂടെ ഓരോ ഭവനവും കടന്നു പോകുമ്പോൾ ആരും അക്രമത്തിനോ അല്ലെങ്കിൽ പിടിച്ചുപറിക്കോ വേണ്ടാത്ത കാര്യങ്ങൾക്കോ ഒന്നും പോകില്ല. എല്ലാ വീടുകളും സമാധാനവും ഐശ്വര്യവും തുളുമ്പി നിൽക്കുന്ന ഒരു സമാധാനത്തിൻ്റെ ഈറ്റില്ലം പോലെയാകും. അപ്പോൾ ഇവിടെ രാഷ്ട്രീയക്കാർക്കോ അതിൽ നിൽക്കുന്ന നമ്മുടെ തലമുറയെ കൊണ്ട് മുതലെടുക്കുന്നവർക്കോ ഒന്നും ഒരു പ്രാധാന്യവും ഇല്ലാതെ വരും. എല്ലാവരും സ്വയം പര്യാപ്തരായി ശാന്തമായി ജീവിക്കുന്ന ഒരവസ്ഥ വരും. അത് വരാതിരിക്കുവാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ ഈ രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെയും യുവാക്കളെയും ഒക്കെ ഭിന്നിപ്പിക്കുകയും അവരവരുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ മക്കളെയും ഈ ചെറിയ തലമുറകളെയെല്ലാം അവർ ഉപയോഗിച്ച് അവർ സമ്പന്നരോ കോടീശ്വരന്മാരോ അല്ല അവർ സ്ഥാനത്തിനൊക്കെ ഉടമകളായി മാറുന്നു. അവർക്ക് വേണ്ടിയിട്ട് പിന്നിൽ പ്രവർത്തിക്കുന്ന തലമുറകൾ എല്ലാം അതാത് അച്ഛനമ്മമാർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈശ്വരീയമായ സങ്കല്പങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ ഒരു സംസ്കൃതി ഇല്ലാതെ അന്ധമായ ലോകത്ത് ജീവിക്കുന്ന ഒരു പാരമ്പര്യത്തിനുടമയായി നമ്മളൊക്കെ മാറി, പ്രത്യേകിച്ച് കേരളം. നമ്മുടെ രാജ്യത്ത് സനാതനധർമ്മം കൊടികുത്തി വാഴുന്ന രാജ്യം, രാജാക്കന്മാർ ആ ഒരു ധർമ്മത്തിന് വേണ്ടി പരിപാലനം നടത്തിയ രാജ്യമായിരുന്നു ഇത്. ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ അതിനു മുമ്പ് വന്ന ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, പോർട്ടുഗീസുകാർ, മുഗളന്മാർ, ഇവർക്ക് മുൻപ് നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം ഇല്ലാത്ത രാജ്യമായിരുന്നോ? സംസ്കൃതി ഇല്ലാത്ത രാജ്യമായിരുന്നോ? ആധ്യാത്മിക ചൈതന്യമൊന്നും ഇല്ലാത്ത രാജ്യമായിരുന്നോ? അപ്പോൾ ആ ഒരു വൈദേശിക ആക്രമണത്തിലൂടെ ഉണ്ടായ വിദേശ മതങ്ങളുടെ സ്ഥാപനം മാത്രമാണ് ഇവിടെ നടന്നത്. ഇവിടുത്തെ യഥാർത്ഥ മതവും ഇവിടുത്തെ യഥാർത്ഥ ധർമ്മവും ഭാരതധർമ്മം ആധ്യാത്മികമായിട്ടുള്ള സനാതനധർമ്മം തന്നെയാണ്. അത് ഇവിടുത്തെ ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവൻ ധർമ്മവുമാണ്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ ഗുരുവായി ഭാരതം മാറുമെന്നും ഇവിടെ ഒരു അഖണ്ഡ ഭാരതമാണ് ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്നതെന്നും മുരുക യുഗത്തിലൂടെ ഭഗവാൻ ശ്രീ സ്കന്ദൻ, മുരുക ഭഗവാൻ നമ്മുടെ ഭാരതീയരെ ഓർമ്മിപ്പിക്കുന്നത്. കലിയുഗത്തിൽ ഏറ്റവും പ്രാധാന്യം മുരുകനും ഭദ്രാദേവിക്കുമാണ്. വളരെ ഭദ്രമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ലോകത്തെ നയിക്കുന്നതാണ് ശ്രീ ഭദ്രമായിട്ടുള്ള ഒരു ജീവിതം മനുഷ്യർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ് ഭദ്രയായി സാക്ഷാൽ രാധാദേവി അവതരിച്ചത്. അതുപോലെ തന്നെ മുരുക ഭഗവാനും വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ കലിയുഗത്തിൽ. മുരുക യുഗം എന്ന് പറയുന്ന ഒരു യുഗം തന്നെ കലിയുഗത്തിലുണ്ട്. അതാണ് 2013 മുതലാണ് ആ ഒരു യുഗ പരിവർത്തനം സംഭവിച്ചത് തന്നെ. അതിനുശേഷം നമ്മുടെ ഭാരതത്തിനുണ്ടായ മാറ്റങ്ങൾ നമുക്കതൊക്കെ നമ്മൾ നോക്കിക്കാണാം. നമ്മൾ ഈ യുഗത്തിൻ്റെ ഭാഗമായതിൽ നമുക്ക് അഭിമാനിക്കാം. ഭാരതം ലോകത്തിൻ്റെ മാതൃകയായി നെറുകയിലേക്ക് ഉയരുന്ന കാഴ്ച നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാം. പഴയ ആ പ്രതാപത്തിലേക്ക്, രാജ്യത്തിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് നമുക്ക് നമ്മുടെ രാജ്യം പോകുന്നത് കണ്ട് നമുക്ക് ഓരോരുത്തർക്കും സന്തോഷിക്കാം. അപ്പോൾ ഈശ്വരീയമായ കർമ്മങ്ങളിലൂടെ ലഭിക്കുന്ന സമാധാനവും ശാന്തിയും ഐശ്വര്യവും മറ്റേതെല്ലാം ശാസ്ത്രീയ തലങ്ങൾ തേടിപ്പോയാലും, ഏതെല്ലാം പ്രമാണങ്ങൾ പറഞ്ഞ് സിദ്ധാന്തങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ചതിച്ച് ജനങ്ങളെ എല്ലാം ഒരു പരുവമാക്കി സംസ്കാരം നഷ്ടപ്പെടുത്തുന്ന അധമ ചിന്തകൾക്കുടമയാക്കി മാറ്റുന്ന ഒരു സംസ്കൃതിയെ നമുക്ക് ഉന്മൂലനം ചെയ്തുകൊണ്ട് സമാധാനത്തോടും ശാന്തിയോടും ജീവിക്കുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും തയ്യാറാവാം. അതിനുവേണ്ടി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ധർമ്മം നിലനിൽക്കുവാൻ, ഭാരതം നിലനിൽക്കുവാൻ, നമ്മുടെ പൂർവികരായി നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ഭഗവാൻ തന്നെ വേദവ്യാസനായി അവതരിച്ചു വന്ന വേദങ്ങളെ ഭഗവാൻ ബ്രഹ്മദേവൻ ഉപദേശിച്ചു കൊടുക്കുകയും ബ്രഹ്മദേവൻ തൻ്റെ മാനസപുത്രന്മാരായ ഋഷീശ്വരന്മാർക്കും ദേവർഷിയായ നാരദർക്കും ഉപദേശിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത ആ ധർമ്മങ്ങൾ,
ആ സനാതന ധർമ്മങ്ങളുടെ ആ വേദഗ്രന്ഥങ്ങൾ അതെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിവുണ്ടാകാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി അടുത്ത തലമുറയൊക്കെ അതിലൂടെ കടന്നു പോകുവാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. സമാധാനവും ഐശ്വര്യവും വ്യക്തികളിൽ സ്വസ്ഥമായ ജീവിതവും ലഭിക്കുന്ന ഒരു ലോകത്തെയാണ് നമുക്ക് ആവശ്യം. അല്ലാതെ ഈ കലിയുഗത്തിലെ വ്യഗ്രത പൂണ്ട ഒരു ചെന്നായിക്കളെ പോലെ ഓടി നടക്കുന്ന ഒരു തലമുറയെ അല്ല നമുക്ക് ആവശ്യം. അപ്പോൾ അതിനുവേണ്ടി ശാന്തിയുടെ തീരത്തണയുവാൻ, സമാധാനത്തിൻ്റെ സന്ദേശവാഹകരായി മാറുവാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.